27 നക്ഷത്രങ്ങളുടെയും ദിവസഫലത്തിലേക്ക് സ്വാഗതം. വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. സ്ത്രീകൾ സൗഭാഗ്യവതികളും ഈശ്വരവിശ്വാസികളും ആയിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. സ്നേഹം നിറഞ്ഞ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ വിരുത് പ്രകടിപ്പിക്കും. സാമ്പത്തിക നിലയിൽ വളരെയധികം മാറ്റം ഉണ്ടാകും. ആരോഗ്യപരമായി മികച്ച ദിവസം ആയിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. സുന്ദര വസ്തുക്കളോടും ആഡംബരത്തിനോടും താല്പര്യം കൂടും. നേത്രരോഗം വരാതെ ശ്രദ്ധിക്കണം. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. യാത്ര മൂലം കാര്യനേട്ടം ഉണ്ടാകും. ആത്മാഭിമാനം തോന്നുന്ന സാഹചര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അടുത്തത് മകയിരം നക്ഷത്രമാണ്. ഉപദേശം സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് കുഴപ്പങ്ങൾ വരുത്തി വെക്കുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. കല, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഒരേ സമയം വിവിധ തരത്തിലുള്ള സംഗതികളിൽ ഏർപ്പെടുവാൻ സാധിക്കും. അടുത്തത് പൂയം നക്ഷത്രമാണ്. സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കരുതാത്തത് പ്രവർത്തിക്കരുത്. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്നതായിരിക്കും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. സഹായിക്കാമെന്ന് ഏറ്റിരുന്നവർ വാക്കുമാറ്റി പറയുന്നതായിരിക്കും. കൃഷിയിടത്തിൽ നാശത്തിന് സാധ്യത കാണുന്നുണ്ട്. അടുത്തത് മകം നക്ഷത്രമാണ്. സ്വന്തമായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി കിട്ടും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും നേതൃത്വം വഹിക്കുവാനും യോഗം കാണുന്നു. അടുത്തത് പൂരം നക്ഷത്രമാണ്. കുടുംബകാര്യങ്ങളിൽ മുൻപില്ലാത്ത കരുതൽ കാണിക്കും. തൊഴിൽ സ്ഥാപനത്തിൽ ഉന്നത സ്ഥാനലബ്ധി ഉണ്ടാകുന്നതായിരിക്കും. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. മാതൃഗുണം ലഭിക്കും. ആധികാരികമായി പെരുമാറും. വിദേശവാസം ഗുണം ചെയ്യും. അടുത്തത് അത്തം നക്ഷത്രമാണ്. സൗന്ദര്യ വസ്തുക്കൾക്കും ആഡംബരത്തിനും വേണ്ടി പണം ചിലവഴിക്കും. ആരോഗ്യപരമായി മികച്ച ദിവസമായിരിക്കും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. കുടുംബ സമാധാനം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. വശ്യമായി സംസാരിക്കുവാൻ സാധിക്കും. അടുത്ത ചോദ്യ നക്ഷത്രമാണ്. അന്യരുടെ വാക്കുകൾ കേട്ട് എടുത്തുചാടി ഒന്നും തീരുമാനിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഇരിക്കുക. അടുത്തത് വിശാഖ നക്ഷത്രമാണ്. വിജയം വരെ പ്രവർത്തിക്കുന്ന സ്വഭാവം ഇന്നത്തെ ദിവസം പ്രകടമാക്കും. രഹസ്യ സ്വഭാവത്തിലുള്ള പ്രവൃത്തികളിൽ നിന്നും മാറി നിൽക്കും. ആരോഗ്യപരമായി മികച്ച ദിവസമായിരിക്കും. കുടുംബത്തിൽ ദമ്പതികൾ വളരെയധികം ഐക്യത്തോടുകൂടി പോകുന്നത് കാണുവാൻ സാധിക്കും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. ദുർവാശി ഒഴിവാക്കുക. ഏറ്റെടുത്ത സംഗതികൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. കൂടാതെ തന്നെ കലാരംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർ അമിതമായ സംസാരം ഒഴിവാക്കുന്നതും നന്നായിരിക്കും. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. കുടുംബങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാം. ആയതിനാൽ തന്നെ സംസാരം നിയന്ത്രിക്കണം. മനസ്സിന് സന്തോഷം ലഭിക്കുന്ന പല കാര്യങ്ങളും ഇന്നേ ദിവസം നടക്കുന്നതായിരിക്കും. കാർഷിക മേഖലയിൽ ഉള്ളവർക്ക് മികച്ച ദിവസമായിരിക്കും. ആരോഗ്യം മികച്ചു നിൽക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഉല്ലാസയാത്രകൾക്ക് തയ്യാറാകും. ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന സമയമായിരിക്കും. പലവിധമായ വിനോദങ്ങളിലും ഉല്ലാസങ്ങളിലും പങ്കെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. വൈകുന്നേരത്തോടുകൂടി വളരെയധികം ക്ഷീണിതനായി കാണപ്പെടുന്നതായിരിക്കും. വെളിയിൽ നിന്നുള്ള ആഹാരം ഒഴിവാക്കുന്നത് വളരെയധികം നന്നായിരിക്കും. അടുത്തത് പൂരാട നക്ഷത്രമാണ്. നിദ്ര സുഖത്തിന് യോഗം കാണുന്നുണ്ട്.
വളരെയധികം യാത്ര ചെയ്യുവാനുള്ള സാഹചര്യം ഇന്നേ ദിവസം ഉണ്ടാകും. അനുകൂലമായ രീതിയിൽ തൊഴിൽ മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാലും വൈകുന്നേരത്തോടു കൂടി വളരെയധികം വിശ്രമം ആവശ്യമായി വരുന്ന യാത്രകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. ആരോഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ല. സാമ്പത്തികമായ ഉയർച്ചയും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ്. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. തന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവർക്ക് പോലും മാർഗദർശി ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യാധികൾ പിടിപെടാതെ ശ്രദ്ധിക്കണം. നിരവധിയായ യാത്രകൾ ഉണ്ടാകും. യാത്ര മുഖാന്തരം രോഗങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് മികച്ച ഒരു ദിവസമായിരിക്കും. തങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതുവഴി പേരും പ്രശസ്തിയും നേടിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. സംഭാഷണത്തിനിടയ്ക്ക് പെട്ടെന്ന് പ്രകോപിതരാകുന്ന സ്വഭാവം അല്പമൊന്ന് നിയന്ത്രിക്കുക. ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ വിഷാദം വരാതെ ശ്രദ്ധിക്കുക. കുടുംബത്തിൽ പൊതുവിൽ സന്തോഷം നിലനിൽക്കുമെങ്കിലും നിങ്ങളിൽ വിഷാദം വന്നു ഭവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്ന കാരണം എന്നില്ല, അകാരണമായ എന്ത് കാരണങ്ങളും ആകാം. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. ബന്ധുക്കളുടെ ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റം നിങ്ങളിൽ വിഷമത്തിന് ഇടയാക്കും. മോശം കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിൽക്കണം. അടുത്തത് ചതയം നക്ഷത്രമാണ്. തൊഴിൽ മേഖലയിൽ മേന്മയും സന്താന സുഖവും ഉണ്ടാകും. മനസ്സിലിരിപ്പ് മറ്റുള്ളവർ അറിയാതെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടാകും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. രോഗങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നതായിരിക്കും. നഷ്ടപ്പെട്ടു എന്നു കരുതിയ രേഖകളും മറ്റും തിരികെ ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യം വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. സാമ്പത്തിക നില തൃപ്തികരമായി തുടരുന്നതായിരിക്കും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ക്ഷമയും അശ്രാന്ത പരിശ്രമവും കൊണ്ട് ഉന്നത നില കൈവരിക്കുവാൻ സാധിക്കും. ആത്മാർത്ഥമായി പെരുമാറുവാൻ സാധിക്കുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായി തുടരുന്നതായിരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ധനത്തിനായി അന്യരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും. സ്വന്തം കഴിവിലുള്ള വിശ്വാസം എന്നാലും ഉയർച്ച നേടി തരുന്നതായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.